Namaste Makle. We are going to study about a new chapter. What books and burials tell us. What books and burials tell us. എന്താണ് ബുക്സ് ആൻഡ് ബറിയൽസ് ടെൽ us? ബുക്കും പുസ്തകങ്ങളും ശവകുടീരങ്ങളും എന്താണ് നമ്മോട് പറയുന്നത്? അപ്പോൾ ഇത് വേദിക് കാലഘട്ടത്തെക്കുറിച്ചാണ്. You may have heard about Vedas. You may have heard about Vedas. വേദങ്ങൾ നിങ്ങൾ എന്താണ് വേദങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? വേദ മീൻസ് നോളജ്. വേദ മീൻസ് നോളജ്. വേദങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിവെന്നാണ്. There are 4 Vedas. There are 4 Vedas. 4 വേദങ്ങളുണ്ട്. വേദ മീൻസ് നോളജ്. There are 4 Vedas. Vedas are collection of hymns. അപ്പോൾ 4 വേദങ്ങളുണ്ട്. വേദങ്ങൾ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഹൈംസ്. കളക്ഷൻ ഓഫ് ഹൈംസ്. അത് സൂക്താസ്, സ്തുതി ഗീതങ്ങൾ. അത് സോങ് ആണ്, അതിൻ്റെ ഒരു കളക്ഷനാണ്. ഹൈംസിൻ്റെ ഒരു കളക്ഷനാണ് വേദങ്ങളെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അത് സ്തുതി ഗീതങ്ങളാണ്. അപ്പം വേദാസ് ആർ കളക്ഷൻ ഓഫ് ഹൈംസ്. ദ ഓൾഡസ്റ്റ് വേദ ഈസ് ഋഗ്വേദ. അപ്പം അതിലെ ഏറ്റവും പഴയ വേദം എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. ദ ഓൾഡസ്റ്റ് വേദ ഈസ് ഋഗ്വേദ. അപ്പം ദ ഫസ്റ്റ് വേദ ഈസ് ഋഗ്വേദ. ദ ഓൾഡസ്റ്റ് വേദ ഈസ് ഋഗ്വേദ. കമ്പോസ്ഡ് about 3500 years ago. ഏകദേശം ഇത് കമ്പോസ് ചെയ്യപ്പെട്ടിട്ടൊരു 3500 വർഷം ആയി കാണും എന്നാണ് പറയുന്ന ചരിത്രം. ഒരു 3500 വർഷങ്ങളായി ഋഗ്വേദം കമ്പോസ് ചെയ്യപ്പെട്ടിട്ട് 3500 years. അപ്പോൾ ഇത് കമ്പോസ്റ്റ് ചെയ്തിട്ട് ഒരു 3500 years ago. അപ്പോൾ വേദാസ് ആർ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബുക്സ് ഇൻ ദ വേൾഡ്. വേദാസ് ആർ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബുക്സ് ഇൻ ദ വേൾഡ്. There are 3 other Vedas. മറ്റ് 3 വേദങ്ങളാണ്. ദ ഫസ്റ്റ് oldest Veda is Rigveda, composed about 3500 years ago. There are 3 other Vedas. Samaveda, Yajurveda and Atharvaveda. മറ്റ് ഇപ്പോൾ വേദാസ് ആർ 4 വേദങ്ങൾ. വേദാസ് ആർ 4. അതിൽ ഫസ്റ്റ് ദ ഓൾഡസ്റ്റ് വേദ ഓർ ഫസ്റ്റ് വേദ ഈസ് ഋഗ്വേദ. അതർ വേദാസ് ആർ യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ. വേദ മീൻസ് നോളജ്. There are 4 Vedas. Vedas are collection of hymns. Vedas are one of the oldest books in the world. Vedas are one of the oldest books in the world. The oldest Veda is Rigveda. Oldest Veda is Rigveda, composed about 3500 years ago. Composed by 3500 years ago. There are 3 other Vedas: Yajurveda, Samaveda and Atharvaveda. Once more, Veda means knowledge. Veda means knowledge. There are 4 Vedas. Vedas are collection of hymns. One of the oldest books in the world is Vedas. One of Vedas are oldest books in the world. Vedas are oldest books in the world. The oldest Veda is Rigveda, composed about 3500 years ago. These are 3 other Vedas. Yajurveda, Samaveda and Atharvaveda.
Then when we read or speak, we use languages. നമുക്കിപ്പം സംസാരിക്കുന്നതിനോ എഴുതുന്നതിനോ ഒക്കെ ഭാഷ ആവശ്യമാണ് അല്ലേ? When we read or speak, we use languages. Sanskrit is a part of a family of languages known as Indo-European. Some Indian languages such as Assamese, Gujarati, Hindi, Kashmiri and Sindhi, and many European languages such as English, German, Greek, Italian, Spanish, etc. are belonging to this family. Which family? Indo-European family. Okay. അപ്പോൾ സാൻസ്ക്രിറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ഫാമിലി ഓഫ് ലാംഗ്വേജസ് നോൺ ആസ് ഇൻഡോ-യൂറോപ്യൻ. അപ്പോൾ നമ്മുടെ വേദിക് സാൻസ്ക്രിറ്റിലാണ് നമ്മുടെ എന്താണ് വേദിക് സാൻസ്ക്രിറ്റിലാണ് നമ്മുടെ വേദങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്, രചിക്കപ്പെട്ടത്. അപ്പോൾ അത് ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽപ്പെട്ടതാണ് സാൻസ്ക്രിറ്റും. സാൻസ്ക്രിറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ഫാമിലി ഓഫ് ലാംഗ്വേജസ് നോൺ ആസ് ഇൻഡോ-യൂറോപ്യൻ. അപ്പോൾ ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജസിൽ പെട്ടതാണ് സാൻസ്ക്രിറ്റ്. അപ്പോൾ ഇൻഡോ-യൂറോപ്യൻ കുറച്ച് സം ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് സം യൂറോപ്യൻ ലാംഗ്വേജസ്, അതാണ് ഇൻഡോ-യൂറോപ്യൻ. കുറച്ച് ഇന്ത്യൻ ഭാഷകളും കുറച്ച് യൂറോപ്യൻ ഭാഷകളും കൂടി ചേർന്നതാണ് ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജസ്. അത് ഏതൊക്കെയാണ് വിച്ച് ആർ ദ ലാംഗ്വേജസ്? സം ഇന്ത്യൻ ലാംഗ്വേജസ് സച്ച് ആസ് ഏതൊക്കെയാണ്? ആസാമീസ്, ഗുജറാത്തി, ഹിന്ദി, കാശ്മീരി ആൻഡ് സിന്ധി. അപ്പോൾ ആസാമീസ്, ഗുജറാത്തി, ഹിന്ദി, കാശ്മീരി ആൻഡ് സിന്ധി ഈ ഇന്ത്യൻ ഭാഷകളും, അടുത്ത് സച്ചസ് ഇംഗ്ലീഷ്, ജർമ്മൻ, ഗ്രീക്ക്, ഇറ്റാലിയൻ, സ്പാനിഷ് എക്സെട്ര. അപ്പം ഈ തുടങ്ങിയ യൂറോപ്യൻ ഭാഷകളും കൂടി ചേർന്നതാണ് ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജസ്. അപ്പോൾ വെൻ വി റീഡ് ഓർ സ്പീക്ക്, we use languages. Sanskrit is a part of a family of languages known as Indo-European. Some Indian languages such as Assamese, Gujarati, Hindi, Kashmiri and Sindhi. Many European languages such as English, German, Greek, Italian, Spanish, etc. These belong to this family in Indo-European family. Okay, once more, Sanskrit is a part of a family of languages known as Indo-European. Some Indian languages such as Assamese, Gujarati, Hindi, Kashmiri and Sindhi. Then European languages such as English, German, Greek, Italian, Spanish belong to this family. അടുത്ത് എന്താണ് ഹൈംസ് എന്നുള്ളതാണ്. ഹൈംസ് മീൻസ് സൂക്താസ്. അതിനെ പറയുന്നത് വെൽ സെറ്റ് എന്ന് പറയും. വെൽ സെറ്റ്. സൂക്താസ് എന്ന് പറയുമ്പോൾ സ്തുതി ഗീതങ്ങൾ എന്നാണ്. ഇത് സോങ് ആണ്. സോങ് ഓഫ് പ്രൈസ് ടു ഗോഡ് ഓർ ഗോഡസസ്. God or goddesses, especially one for use in religious service. ശരിക്കും നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് നമ്മൾ റിലീജിയസ് സർവീസ് ചെയ്യുന്ന സമയത്ത് ഈശ്വരനെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള സോങ്ങുകളാണ് ഹൈംസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹൈംസ് ചേർന്നതാണ് വേദങ്ങൾ. അപ്പോൾ സോങ് ഓഫ് പ്രൈസ് ടു ഗോഡ് ഓർ ഗോഡസസ്. സോങ് ഓഫ് പ്രൈസ് ടു ഗോഡ് ഓർ ഗോഡസസ്, especially one for use in a religious service. The hymns song of praise to God or goddesses. ദേവന്മാരെ ദേവതകളെ പ്രൈസ് ചെയ്യുന്ന സോങ് ആണ് അത്. എസ്പെഷ്യലി വൺ ഫോർ യൂസ് ഇൻ എ റിലീജിയസ് സർവീസ്. അത് റിലീജിയസ് സർവീസ് ചെയ്യുന്ന സമയത്താണ് അത് ഉപയോഗിക്കുന്നത്. സോങ് ഓഫ് പ്രൈസ് to God or goddesses. God, Devan, goddesses, goddess, Devata. Song of praise to God or goddess, especially one for use in a religious service. Adana hymns. Once more, song of praise
to god or goddess, especially one for use in a religious service. Then the books we read today are collection and printed. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളെന്ന് വെച്ചാൽ എല്ലാം നമുക്കൊരു പുസ്തകം വായിക്കണമെന്ന് ഉടനെ ബുക്ക് സ്റ്റാളിൽ പോവുക, പുസ്തകം വാങ്ങാൻ വായിക്കുക അല്ലേ. അപ്പം വി റീഡ് ടുഡേ അത് നമുക്കിന്ന് വായിക്കാൻ കഴിയുന്നത് ആ റിട്ടേൺ ആൻഡ് പ്രിൻറ്റഡ്, അത് എഴുതി പ്രിൻറ്റ് ചെയ്തത് കൊണ്ടാണ്. ദ ഋഗ്വേദ വാസ് റിസൈറ്റഡ് ഹേർഡ് റാദർ ദൻ റീഡ്. അപ്പോൾ ശരിക്ക് വായിച്ചറിഞ്ഞതിനേക്കാളും അത് ഋഗ്വേദ എന്ന് പറയുന്നത് കേട്ടാണ്, അത് കേട്ട് പഠിച്ചതാണ്. തലമുറകൾ കൊണ്ട് ഓറലി ഓരോ തലമുറയിൽപ്പെട്ടവരും അത് പറഞ്ഞ് പഠിപ്പിച്ചെടുത്തതാണ്. അല്ലാതെ അവർ എഴുതി വെച്ച ഒരു പുസ്തകമായിരുന്നില്ല ഋഗ്വേദം. അതാണ് ഋഗ്വേദ വാസ് റിസൈറ്റഡ് ഹേർഡ് റാദർ ദൻ റീഡ്. വായിച്ചതിനേക്കാളും കൂടുതൽ കേട്ടാണ് അത് പഠിച്ചത്, അല്ലെ കേട്ട് അറിഞ്ഞതാണ്. ഋഗ്വേദ വാസ് റിസൈറ്റഡ് ഹേർഡ് റാദർ ദൻ റീഡ്. ഫോർ മെനി ഇയേഴ്സ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ദ പ്രോസസ് കണ്ടിന്യൂഡ്. അപ്പോൾ ഇത് തലമുറകളായിട്ട് ഈ ഒരു പ്രോസസ്സ് കേട്ട് പഠിക്കുക എന്താണ്, ആ ഗുരുക്കന്മാർ ചൊല്ലിക്കൊടുക്കും, അത് കേട്ട് പഠിക്കുക. അങ്ങനെ ഓരോ തലമുറയിലും അത് കൈമാറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ഫോർ മെനി ഇയേഴ്സ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ദ പ്രോസസ് കണ്ടിന്യൂഡ്. ഈ പ്രക്രിയ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് റിട്ടേൺ ഡൗൺ സെവറൽ സെഞ്ച്വറീസ്. ആഫ്റ്റർ ഇറ്റ് വാസ് ഫസ്റ്റ് കമ്പോസ്ഡ് ആൻഡ് പ്രിൻറ്റഡ് ലെസ് ദാൻ 200 years ago. ഇങ്ങനെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കേട്ട് പഠിച്ച് ഓരോ തലമുറകളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് റിട്ടേൺ ഡൗൺ ഒരു കുറച്ച് നൂറ്റാണ്ടുകളായിട്ടുള്ള അത് എഴുതി തുടങ്ങിയിട്ട് ഇറ്റ് വാസ് ഫസ്റ്റ് കമ്പോസ്ഡ് ആൻഡ് പ്രിൻറ്റഡ് ലെസ് ദാൻ 200 years, ഏകദേശം ഒരു 200 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇതൊക്കെ എന്താണ് എഴുതി അത് പ്രിൻറ്റ് ചെയ്തൊക്കെ നമുക്ക് വായിക്കാനുള്ള പ്രാപ്തമായത് ഈ ഒരു 200 വർഷങ്ങൾക്ക് പുറത്താണ്, അത്രയേ ആയുള്ളൂ. അപ്പോൾ അതുവരെ അത് കേട്ടാണ്, വേദങ്ങൾ എന്താണ് കേട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ വാട്ട് വേയ്സ് ഓർ ദ ബുക്സ് വി റീഡ് ടുഡേ ഡിഫറെൻറ്റ് ഫ്രം ദ ഋഗ്വേദ. ഇന്ന് നമ്മൾ എന്താണ് ഇൻ വാട്ട് വേയ്സ് ആർ ദ ബുക്സ് വി റീഡ് ടുഡേ, ഇന്ന് നമ്മൾ ഓരോ പുസ്തകങ്ങളും വായിക്കുന്നത് ഫ്രം ദ ഋഗ്വേദ ഡിഫറെൻറ്റ് ഫ്രം ദ ഋഗ്വേദ, ഋഗ്വേദയിൽ നിന്നും ഋഗ്വേദ എത്ര ഇതിൽ ഡിഫറെൻ്റ് ആയിരുന്നു എന്നാണ്. ഇന്ന് നമുക്കൊരു പുസ്തകം വാങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ ബുക്ക് സ്റ്റാളിൽ പോകുന്നു, പുസ്തകം വാങ്ങുന്നു, അതിന് പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളത് വായിക്കുന്നു. അപ്പോൾ എന്താണ് ദ ബുക്സ് വി റീഡ് ടുഡേ ആർ റിട്ടേൺ ആൻഡ് പ്രിൻറ്റഡ്. ഓക്കെ, ലിസൺ ഹിയർ. ദ ബുക്സ് വി റീഡ് ടുഡേ ആർ റിട്ടേൺ ആൻഡ് പ്രിൻറ്റഡ്. ദ ഋഗ്വേദ വാസ് റിസൈറ്റഡ് ഹേർഡ് റാദർ ദാൻ റീഡ്. ഋഗ്വേദ വാസ് റിസൈറ്റഡ് ഹേർഡ് റാദർ ദാൻ റീഡ്. For many years from generation to generation, the process continued. It was written down several centuries after it was first composed and printed less than 200 years ago. Once more. The books we read today are written and printed. The Rigveda was recited, heard rather than read. For many years from generation to generation, the process continued. It was written down several centuries after it was first composed and printed less than 200 years ago. The books we read today are written and printed. ഇന്ന് നമ്മൾ വായിക്കുന്നത് എഴുതി പ്രിൻ്റ് ചെയ്തതാണ്. ദ ഋഗ്വേദ വാസ് റിസൈറ്റഡ് ഹേർഡ് റേദർ ദാൻ റീഡ്. ഋഗ്വേദമാണെങ്കിൽ നമ്മൾ വായിച്ച് അല്ല, അത് അതിനേക്കാളും കേട്ടാണ് നമ്മളത് പഠിച്ചത്. ഫോർ മെനി ഇയേഴ്സ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ദ പ്രോസസ് കണ്ടിന്യൂഡ്. ഇറ്റ് വാസ് റിട്ടേൺ ഡൗൺ സെവറൽ സെഞ്ച്വറീസ് ആഫ്റ്റർ ഇറ്റ് വാസ് ഫസ്റ്റ്, വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത് എഴുതിയത്. ആഫ്റ്റർ ഇറ്റ് വാസ് ഫസ്റ്റ് കമ്പോസ്ഡ് ആൻഡ് ലെസ് ദാൻ ആൻഡ് പ്രിൻറ്റഡ് ലെസ് ദാൻ 200 years ago. ദെൻ ഇൻ വേദിക് കാലഘട്ടത്തിലെ ബറിയൽസിനെ കുറിച്ചാണ്. ഓൾ ദ ബറിയൽസ് ഹാവ് സം കോമൺ ഫീച്ചേഴ്സ്. അത് ഓരോ ശവം മറവ് ചെയ്യുന്നതിന് ഒരു കോമൺ ഫീച്ചേഴ്സ് ആണ്, എല്ലാവർക്കും കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. ഓൾ ദ ബറിയൽസ് ഹാവ് സം കോമൺ ഫീച്ചേഴ്സ്. ജനറലി ദ ഡെഡ് വെയർ ബറീഡ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റീവ് പോട്ട്സ് which are called black and red prayer.
also found with tools and weapons of iron and sometimes skeleton of horses, horse equipments and ornaments of stone and gold. Perhaps there were difference in status amongst the people who were buried. Perhaps some were rich, others poor. Some chiefs and others followers. Okay. All the burials have common features. എല്ലാ ബറിയൽസിനും ഒരു കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്, സാധാരണയായ സവിശേഷത. എന്താണ്? ജനറലി ദ ഡെഡ് വെയർ ബറീഡ് വിത്ത് ഡിസ്റ്റിങ്റ്റീവ് പോട്ട്സ് വിച്ച് ആർ കാൾഡ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ വെച്ചാൽ അതൊരു പോട്ടിലാണ്. എന്താണ്? എല്ലാ ബറിയലിനോടൊപ്പം ഒരു പോട്ടുണ്ടായിരിക്കും. അതിൻ്റെ എങ്ങനെ കൊണ്ട് കവർ ചെയ്തതാണ്? റെഡോ ബ്ലാക്കോ കൊണ്ട് കവർ ചെയ്യപ്പെട്ട ഒരു പോട്ടിൽ ഉണ്ടായിരിക്കും. ഒരു പോട്ട് കൂടെ, പോട്ടെന്ന് വെച്ചാൽ ഒരു കല. അപ്പോൾ ജനറലി ദ ഡെഡ് വെയർ എന്താണ്? ബറീഡ് വിത്ത് ഡിസ്റ്റിങ്റ്റീവ് പോട്ട്സ് വിച്ച് ആർ കാൾഡ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ. ആൾസോ ഫൗണ്ട് ദ ടൂൾസ്. അതിനോടൊപ്പം തന്നെ എന്ത് കാണും? ടൂൾസ് ആൻഡ് വെപ്പൺസ്, ഉപകരണങ്ങളും ആയുധങ്ങളും കാണും. അതെന്താണ്? അയണിൻ്റെ. അപ്പോൾ ഇരുമ്പിലുള്ള ഉപകരണങ്ങളോ ആയുധങ്ങളോ ഉണ്ടായിരിക്കും. ആൻഡ് സംടൈംസ് സ്കെൽറ്റൻ ഓഫ് ഹോഴ്സസ്. ചില ബറിയൽസ് പരിശോധിച്ചാൽ എന്താണ്? കുതിരകളുടെ അസ്ഥികൂടങ്ങൾ കാണാം. പിന്നെ ഹോഴ്സ് എക്യുപ്മെൻറ്റ്സ്, ഹോഴ്സിൻ്റെ ഉള്ള സാധനങ്ങൾ, ഹോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കാണും. ആൻഡ് ഓർണമെൻറ്റ്സ് ഓഫ് സ്റ്റോൺ ആൻഡ് ഗോൾഡ്. പിന്നെ എന്താണ്? ആഭരണങ്ങൾ, കല്ല് കൊണ്ടുള്ളതോ സ്വർണം കൊണ്ടുള്ളതോ ആയ ആഭരണങ്ങളൊക്കെ ആ ബറിയൽസിൽ കാണാറുണ്ട്. പെർഹാപ്സ് ദെയർ വെയർ ഡിഫറൻസ് ഇൻ സ്റ്റാറ്റസ്. എന്താണ്? നമ്മൾ പല ബറിയൽസും പരിശോധിച്ചാൽ എന്തായിരിക്കും കാണുന്നത്? എന്തായിരിക്കും? ഡിഫറൻസ് ഇൻ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സാമ്പത്തികം ആയിട്ട് മുൻനിരയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ, എന്നുവെച്ചാൽ റിച്ച് ആണ് ഡെഡാവുന്നതെങ്കിൽ എന്തായിരിക്കും? ആ ബറിയൽസിനകത്ത് ഗോൾഡൊക്കെ ആയിരിക്കും, അല്ലേ? അതാണ് പെർഹാപ്സ് ദെയർ വെയർ ഡിഫറൻസ് ഇൻ സ്റ്റാറ്റസ് എമോങ്സ് ദ പീപ്പിൾ ഹൂ വെയർ ബറീഡ്. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് അവർ ബറി ചെയ്യുന്നത്. പെർഹാപ്സ് സം വെയർ റിച്ച്. ചിലരെന്തായിരിക്കും? റിച്ച് ആയിരിക്കും. അതേഴ്സ് പുവർ. ചിലരെന്താണ്? പുവർ ആയിരിക്കും. അപ്പോൾ അവരുടെ ആ സ്റ്റാറ്റസിനനുസരിച്ചാണ് ആ ബറിയൽസ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയുള്ളവരാണ്. സം ചീഫ്സ് ആൻഡ് അതേഴ്സ് ഫോളോവേഴ്സ്. എന്നുവെച്ചാൽ ഒന്നുകിൽ പണക്കാര, പാവപ്പെട്ട, അല്ലെങ്കിൽ ചീഫ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്താണ് അറിയപ്പെടുന്ന, എന്നുവെച്ചാൽ പിന്നെ തലപ്പത്തിരിക്കുന്ന ആൾ. ചീഫ്സ് ആൻഡ് അതേഴ്സ് ഫോളോവേഴ്സ്. മറ്റേ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ചീഫായ തലവന്മാരും അവരുടെ താഴേക്കിടയിലുള്ളവരും. അപ്പോൾ അങ്ങനെ ഉള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതിൻ്റേതായ ആ ഒരു ഡിഫറൻസ്. ചീഫ്, അതിലൊരു തലവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റേതായ ഒരുതരം പ്രയോറിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് കൈൻഡ് ഓഫ് എവിഡൻസ് ഫ്രം ബറിയൽസ് ഡു ആർക്കിയോളജിസ്റ്റ് യൂസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദെയർ വെയർ സോഷ്യൽ ഡിഫറൻസസ് amongst those who were buried? What kind of evidence from burials to archaeologists? What kind of evidence from burials to archaeologists? ഇവിടെ ആർക്കിയോളജിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചരിത്രകാരന്മാരാണ്, അല്ലേ? ചരിത്ര ഗവേഷകരാണ്. അവർ സൈറ്റ് സന്ദർശിച്ച് അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയാണ് ആ ജനങ്ങളുടെ ജീവിത രീതിയും സംസ്കാരവും എഡ്യൂക്കേഷനും അവരുടെ എല്ലാ കാര്യങ്ങളും, അല്ലേ, അവരെന്ത് കൃഷി ചെയ്തിരുന്നു, എന്ത് ഭക്ഷിച്ചിരുന്നു എന്നെല്ലാം കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. വേദിക് കാലഘട്ടത്തിലെ ബറിയൽസ് ഓരോ ആർക്കിയോളജിസ്റ്റ് സന്ദർശിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഫൈൻഡ് ഔട്ട് വെദർ ദെയർ വെയർ സോഷ്യൽ ഡിഫറൻസസ് എമോങ്സ് ദോസ് ഹൂ വെയർ ബറീഡ്. ഒരു സോഷ്യൽ ഡിഫറൻസസ് അവിടെയുള്ള ആർക്കിയോളജിസ്റ്റിന് കണ്ടെത്താൻ കഴിഞ്ഞു. വെച്ചാൽ റിച്ച് ആണോ പുവർ ആണോ എന്നുള്ളത് ബറിയൽസ് പരിശോധിക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലായിരുന്നു. ദ ബറിയൽസ് ഹാവ് സം കോമൺ ഫീച്ചേഴ്സ്. Generally, the dead were buried with distinctive pots which are called black and red ware. Also found the tools and weapons of iron and sometimes skeleton of horses, horse equipments and ornaments of some ornaments of gold and stone. Perhaps
there were differences in status amongst the people who were buried. Perhaps some were rich, others poor, some chiefs and others followers. Okay. അപ്പോൾ എന്താണ് സോഷ്യൽ ഡിഫറൻസസ് എന്ന് മനസ്സിലായോ? ഓൺസ് മോർ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. All the burials have some common features. Generally, the dead were buried with distinctive pots which are called black and red ware. Also found tools and weapons. Also found are tools and weapons of iron. അപ്പോൾ അയണിൻ്റെ ടൂൾസും ഉപകരണങ്ങളും ആയുധങ്ങളുമൊക്കെ കാണും. ആൻഡ് സംടൈംസ് skeleton of horses, horse equipments and ornaments of stone and gold. Perhaps there were differences in status amongst the people who were buried. Perhaps some were rich, others poor, some chiefs and others followers. Okay, clear to know? മനസ്സിലായല്ലോ?